ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഞാൻ പോകുന്നു. ബൈ ബൈ. Day 3 from ബാംഗ്ലൂർ. ഇന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഫിക്സ് ചെയ്തിട്ട് അങ്ങോട്ടുള്ള ഊബർ ബുക്ക് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. മിക്കവാറും ബന്നർഘട്ടയിലേക്കായിരിക്കും പോവുക. ഫിക്സ് ചെയ്തിട്ടില്ല, കാണാം. വാ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി. പക്ഷേ ബന്നർഘട്ട പോവാന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഇന്ന് നൈറ്റ് 9:30 നമ്മളുടെ തിരിച്ച് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി റിസ്ക് എടുക്കണ്ട. ബന്നർഘട്ട പോയി ഇവിടെ നിന്ന് ഒരു 1.5 hours ഉണ്ട് ഓൾറെഡി ഊബറിന് അവിടെ വരെ പോകാനായിട്ട്. പിന്നെ പോയി തിരിച്ചു വന്ന് അവിടെ ചിലപ്പോൾ ബസ് കയറാൻ വേണ്ടിയിൽ ക്യൂ നിൽക്കേണ്ടിയൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ടൈം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ റിസ്ക് എടുക്കണ്ട, നമ്മൾ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു, ബാംഗ്ലൂർ പാലസിലേക്ക്. അപ്പം ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ഊബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം അത് ഫിക്സ് ചെയ്തു. പോയിട്ട് കാണാം. ഇത് ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ്. കൊള്ളാമോ? പറയണേ, കൊള്ളാമോന്ന്. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ വിൻസോർ കാസലിൻ്റെ രൂപത്തിൽ ബാംഗ്ലൂർ ഒരു വിദേശി നിർമ്മിച്ച കൊട്ടാരമാണിത്. പിന്നീട് അവിടുത്തെ രാജവംശത്തിലെ ആൾക്കാർ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ഉണ്ടായിരുന്നത്. ഈ ഇടയായിട്ട് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും റെസ്ട്രിക്റ്റഡ് ആണ്. മുന്നേ നമ്മൾക്ക് എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പകരം ഓഡിയോ ടേപ്പ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും 2 ഭാഷയിലും ഇതിൻ്റെ ചരിത്രത്തെ പറ്റി കേൾക്കാൻ പറ്റും. ബാംഗ്ലൂർ പാലസിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ. ഇവിടെ അകത്ത് കയറി ഇറങ്ങി. പക്ഷെ നമുക്ക് അകത്തുനിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ക്യാമറ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. പിന്നെ പുറത്ത് നല്ല കുറച്ച് വ്യൂസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. വലിയൊരു പാലസ് ഒന്നുമല്ല, ഒരു ചെറിയൊരു പാലസ്. പക്ഷേ നല്ല ഭംഗിയിൽ അവർ വൃത്തിയായിട്ടൊക്കെ ഒരുക്കിയൊക്കെ വെച്ചിരിക്കണു. നല്ല നീറ്റായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. കുറച്ച് ഫർണിച്ചേഴ്സ്. പിന്നെ എല്ലാ റൂംസിലൊന്നും നമ്മൾക്ക് കയറാനായിട്ട് അലൗഡ് അല്ല. ചില കാര്യങ്ങൾ നമുക്ക് ജനലിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ ചില വിൻഡോസ് കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാനേ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും എല്ലാ സ്ഥലത്തേക്കും നമ്മളെ കയറ്റില്ല. പുറമേന്ന് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇനിതേ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞൊരു മാളിലേക്കാണ്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാൾ ഇൻ ഇന്ത്യ ആണിത്. അപ്പോൾ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നമ്മൾക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. നമുക്ക് പുറമേ നിന്ന് തന്നെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹ്യൂജ് മോളിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എൻ്റെ സ്ട്രക്ചറൊക്കെ ആണെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള, വെച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും ഉള്ള ലുലു മാളിൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്ട്രക്ചറല്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു മോൾ പറയുന്നത് ലുലു മാൾ തന്നെ ഉള്ളൂല്ലോ. നമുക്ക് പുറത്തൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഇപ്പോൾ ദുബായ് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് പുറമേയും അവർ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു അകത്ത് ചെന്നപ്പോഴും നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് അവരവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അയ്യോ, നമുക്ക് നല്ല രസം തോന്നും. ഒരിക്കലും ഒരു മോളിൻ്റെ ഉള്ളിൽ കയറിയൊരു ഫീൽ ആയിരുന്നില്ല അവിടെ നിന്ന് കിട്ടിയത്. അറ്റ് ദി സെയിം ടൈം നല്ല മോഡേൺ രീതിയിലുള്ള സ്റ്റൈലിഷ് എലമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ. അതാണ് ഈ മോളിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നുകിൽ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്നത് പക്ക സ്റ്റൈലിഷ് ആയിരിക്കും, വേറെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊന്നും ചെയ്ത് കാണാറില്ല. പിന്നെ ഇപ്പോൾ കണ്ടോ, അവർ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് കൂടി ആക്കി മാറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അത്യാവശ്യം H&Mലും അങ്ങനത്തെ കുറച്ച് ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് തന്നെ ആദ്യം
അങ്ങനെ എത്തും പിടിയൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ 1 year ആയിട്ടുള്ള ഈ മോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ പല ഷോപ്പുകളും അവിടെ ഇനിയും വരാനുണ്ട്. അതിൻ്റെ പണികളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവസാനം ഞങ്ങൾ ഇത് കണ്ടെത്തി കേട്ടോ. അങ്ങനെ ഇതിൽ നിന്ന് ഫുഡ് കോർട്ടിലേക്കുള്ള ഫ്ലോർ കണ്ടുപിടിച്ചു. അവിടെ ഫുഡ് കോർട്ടിനെ പറയുന്നത് ഫുഡ്ടോപ്പിയ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആദ്യമേ കാണാൻ പറ്റാതിരുന്നത്. ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തിട്ടും ഞങ്ങൾക്ക് ഫുഡ് കോർട്ടിൻ്റെ ബോർഡ് കാണാൻ പറ്റിയിരുന്നില്ല. കാരണം ഫുഡ്ടോപ്പിയ എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലായിടത്തും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. നിറയെ ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ കുറേ നടന്നു, എല്ലായിടത്തും തിരക്കായിരുന്നു. തിരക്ക് കുറഞ്ഞ സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ച് ഒരുപാട് നടന്നു. പിന്നെ അവസാനം ഒരു കഴിക്കാനുള്ളൊരു സ്ഥലം കിട്ടിയപ്പോൾ പിന്നെ അവിടെ തന്നെ അങ്ങ് ഇരുന്നു. ഞാൻ ഹൈദരാബാദി ദം ബിരിയാണി വാങ്ങിച്ചത്, ചിക്കൻ ദം ബിരിയാണി. നിങ്ങളെന്താ വാങ്ങിയത്? KFC. ഞാൻ KFC ലവറല്ല, സോറി. കഴിച്ചു നോക്കാം. ബ്ലൂബെറി ബേക്ക്ഡ് ചീസ് കേക്ക്, പിന്നെ കാരമൽ ബ്രൗണി. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോൾ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് കണ്ടു. അപ്പോൾ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് എത്രമാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് കയറിയതാണ്. കയറിയപ്പോൾ നിറയെ വെറൈറ്റീസ് ഓഫ് കേക്ക് പീസസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങളപ്പോൾ ചീസ് കേക്ക് വിത്ത് ബ്ലൂബെറി ആണ് വാങ്ങിയത്. പിന്നെ ഞങ്ങളൊരു ബ്രൗണിയും എടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ. സൂപ്പർ. ബ്രൗണി എങ്ങനെയുണ്ട്? ടേസ്റ്റ് പോവും, ഇതിന്റെ ടേസ്റ്റ് പോവും ഇത് കഴിച്ചോ. ബ്രൗണി അല്ലേ? ബ്രൗണി. ബ്ലൂബെറി ചീസ് കേക്ക് സ്കോർ ചെയ്തു കൂടുതൽ. പിന്നെ അതേ ഒരു മിനിസോൻ്റെ ഷോപ്പ് കണ്ടപ്പോഴേക്കും എല്ലാവരും കൂടി ചാടി കയറി അതിനകത്തേക്ക്. പിന്നെ മിനിസോൻ്റെ ഷോപ്പിൽ പറയണ്ടല്ലോ, നിറയെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ക്യൂട്ട് സാധനങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം നോക്കി നടക്കുമായിരുന്നു. പറ്റിയത് വാങ്ങാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല പൈസ കുറവിനൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര റേറ്റ് ഉള്ളതും ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുറഞ്ഞതും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൗച്ചസും ഗ്ലാസസും ബാഗും അങ്ങനെയൊക്കെ നോക്കി. അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിലും വെറുതെ ഒന്ന് കൈ പിടിച്ചു പോകും. അത്ര ഭംഗിയുള്ള സാധനങ്ങളാണ് എല്ലാം തന്നെയും. അവസാനം ഞങ്ങളൊരു കൂളിംഗ് ഗ്ലാസസിൻ്റെ ഒരു സ്ഥലത്തെത്തിയായിരുന്നു. അവിടെ നിന്നാണെങ്കിലോ നമ്മൾക്ക് ഫിറ്റായതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഫൈനലി ഒരെണ്ണം എടുത്തു കേട്ടോ. കൊള്ളില്ല. ആ കൊള്ളാം. അടുത്തത് ബട്ട് ഇതെനിക്ക് ഇഷ്ടമായി. ചെറുത് അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ബാംഗ്ലൂർ ഡേയ്സ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ തിരിച്ചു പോകും. മോളും അത്യാവശ്യം എല്ലാം കറങ്ങി വഴി നോക്കി നടന്നു, ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരമായി. ഇപ്പോൾ ഒരു 4 o'clock കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവും. രാത്രി 9:30 ബസ്. അതിനു മുന്നേ ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാവും.
ആക്ച്വലി ഞങ്ങൾ ബസ്സിലാണ്, ട്രെയിൻ ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ നമ്മൾ ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരിൽ നിന്ന്. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂർ ഡേയ്സ് കഴിഞ്ഞിരിക്കും, തിരിച്ചു പോവുകയാണ്. ബസ് അത്യാവശ്യം കൊള്ളാം. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യണേ, ഇങ്ങനെ നൈറ്റിൽ സ്ലീപ്പർ ബസ്സിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. നന്നായിട്ടുണ്ട്, അത്യാവശ്യം നല്ല വണ്ണസ് എന്ന് പറഞ്ഞ ബസ്സിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. നല്ല നീറ്റാണ് അത്യാവശ്യം.